നമസ്കാരം. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന ആശങ്കയ്ക്കിടെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് അമേരിക്ക. ഖത്തറിലെ പ്രധാന സൈനിക താവളമായ അൽ ഉദയിൽ നിന്നും നൂറുകണക്കിന് സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഇറാനെതിരെയുള്ള വ്യോമാക്രമണത്തിന് മുന്നോടിയായുള്ള നീക്കമായതാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ അമേരിക്ക ഇനി എന്തൊക്കെ സൈന്യം സജ്ജമാക്കിയാലും ഇറാനെ വരുതിയിലാക്കാൻ സാധിക്കില്ല. അത് അമേരിക്കയുടെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 15 ദിവസത്തിനുള്ളിൽ അമേരിക്കയുടെ നിബന്ധനകൾക്ക് കീഴടങ്ങണമെന്നും ആണവ കരാറിൽ ഒപ്പിടണമെന്നുമാണ് അമേരിക്കയുടെ ഹുങ്ക്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ വെറും ടോക്കൺ അളവ് മാത്രം അനുവദിക്കാമെന്ന അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനം ഇറാൻ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും തങ്ങൾ കൈവരിച്ച നേട്ടങ്ങളെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടാണ് ഇറാനുള്ളത്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്നും എന്നാൽ ഏതെങ്കിലും വിദേശ ശക്തികൾ അതിൽ കടന്നുകയറാൻ ശ്രമിച്ചാൽ അവർക്ക് കനത്ത വില നൽകേണ്ടി വരും. ഇക്കാര്യം ഇറാൻ പ്രതിരോധ മന്ത്രാലയം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ അന്ത്യശാസനത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇറാൻ ഉണ്ടാവില്ല എന്ന സത്യം ലോകത്തിന് ഇതോടകം തന്നെ ബോധ്യമായി കഴിഞ്ഞു. ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നത് അമേരിക്കയുടെ വ്യാമോഹം മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇറാന്റെ പ്രതിരോധം കൂടുതൽ കരുത്ത് ആർജിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ അതിജീവിച്ച് സ്വന്തം മണ്ണിലും നയങ്ങളിലും ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം അമേരിക്കൻ ആധിപത്യത്തിനു മേൽ ഏൽക്കുന്ന വലിയ കനത്ത പ്രഹരമാണ്. ഇറാന്റെ ഉള്ളിൽ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും വിദേശ ശക്തികളുടെ ഇടപെടലിനെ രാജ്യം ഒറ്റക്കെട്ടായി എതിർക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇസ്രയേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടായിട്ടും ഇറാന്റെ ആത്മവീര്യം തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഇന്ന് ജനീവയിലെ ചർച്ചാ മേശകളിലും ഇറാന്റെ ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ്. ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ആഗോള സാമ്പത്തിക രംഗത്തെയും എണ്ണ വിപണിയെയും അത് ചുട്ടു ചാമ്പലാക്കും. ലോകത്തിന്റെ ഊർജസിരയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള വിപണി തകരുകയും ചെയ്യും. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയ വൻ പ്രത്യാഘാതങ്ങളുടെ തുടക്കമാണ്. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു ഭരണകൂടം ഇന്ന് ഇറാനിലുള്ളതല്ല, അല്ലെങ്കിൽ ഇറാന് അതിന് കിട്ടുകയുമില്ല. തങ്ങളുടെ സമ്പുഷ്ടീകരണ പ്രക്രിയയും ആണവ സാങ്കേതിക വിദ്യയും രാജ്യത്തിന്റെ അന്തസ്സായി കാണുന്ന അവർ ചെറിയ വിട്ടുവീഴ്ചകൾ എന്ന അമേരിക്കയുടെ ഔദാര്യം വെറും പുച്ഛിച്ച് തള്ളുകയാണ്, അല്ലെങ്കിൽ പുച്ഛത്തോടെ നോക്കിക്കാണുകയാണ്. വരാനിരിക്കുന്ന 15 ദിവസങ്ങൾ വെറും ഒരു സമയപരിധിയല്ല, അത് അമേരിക്കൻ മേധാവിത്വത്തോടുള്ള ഇറാന്റെ മറുപടിക്കായി ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന നിമിഷങ്ങൾ കൂടിയാണ്. സമാധാനത്തിന്റെ ഒരു വാതിൽ കൂടി തുറക്കുമോ, അതോ ലോകം ഇതുവരെയും കാണാത്ത വലിയ ഒരു അഗ്നി പരീക്ഷയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുമോ? ഇറാൻ സമർപ്പിക്കാൻ പോകുന്ന ഡ്രാഫ്റ്റ് പ്രപ്പോസൽ അമേരിക്കയുടെ ഗർവിനുള്ള മറുപടിയാകുമോ, അല്ലെങ്കിൽ മറുപടി തന്നെയാണോ? ഈ കാര്യങ്ങൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം.